പറ്റുന്നത് വീട്ടുമുറ്റത്തേക്ക് സാധനം ഡെലിവറി ചെയ്യപ്പെടുന്നു. ഈ രീതിയിൽ അങ്ങാടികൾ ഒന്ന് മറ്റൊന്നിലേക്ക് അടുത്തു വരുന്നത്, നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞങ്ങൾ പറയുന്നത് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചാണ്, അമ്മയെ കുറിച്ചാണ്. പറയുമായിരുന്നു, വിശന്ന അവശരായ ആളുകൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം ഒരു തളികയിൽ വെച്ചു കൊടുത്താൽ ആ തളികയിലേക്ക് കൈനീട്ടുന്ന പോലെ എല്ലാവർക്കും ഭക്ഷണം വേണം, എല്ലാവർക്കും വിശന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഭക്ഷണം മുസ്ലിം ഉമ്മത്താണ്, മുസ്ലിമീങ്ങളാണ് അവരുടെ ഭക്ഷണം. എല്ലാവർക്കും മുസ്ലിമിനെ വേണം, എല്ലാവർക്കും മുസ്ലിമിനെ പിടിക്കണം. ഇസ്ലാമിനോടൊരു വൈരാഗ്യം, ഇസ്ലാമിനോടൊരു ദേഷ്യം, മുസ്ലിമിനോടൊരു വേറെ കണ്ണുകൊണ്ടുള്ള നോട്ടം, ഇങ്ങനെ ലോക സമുദായങ്ങൾ നിങ്ങൾ നോക്കുന്ന കാലം വരും. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിതിൽ വിചിത്രപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന മതമേതാ? ഇസ്ലാം. ആരെങ്കിലും ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നുണ്ടോ? ഇപ്പൊ ടെററിസം ആകട്ടെ, ബോംബിംഗ് ആകട്ടെ, ഹറാസ്മെന്റുകളാകട്ടെ, സീസ് ചെയ്യപ്പെടുന്നതാകട്ടെ, സൂയിസൈഡ് ബോംബുകളാകട്ടെ, ലോകത്തിന്റെ ഗതി മാറ്റുന്ന പോളിറ്റിക്സ് ആവട്ടെ, മുസ്ലിം ഇസ്ലാം, ഇസ്ലാം മുസ്ലിം ഖുർആൻ, ഇതല്ലാതെ ആരെങ്കിലും ബൈബിൾ ചുറ്റരിക്കുന്നു പറയുന്നുണ്ടോ? ഭഗവത്ഗീതയോ രാമായണത്തെ സംബന്ധിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? ഏതെങ്കിലും മറ്റു മതവിശ്വാസത്തെ കുറിച്ച് ലോകത്ത് ചർച്ചയുണ്ടോ? ഇന്ന് ഹോട്ട് ടോപ്പിക്, ഹോട്ട് സീറ്റിൽ കിടക്കുന്നത് മുസ്ലിമാണ്. മുസ്ലിം കിടക്കുന്നത് ഹോട്ട് സീറ്റിലാണ്. ഇന്ന് ആർക്കും ചർച്ച അതാണ്, മീഡിയകൾക്ക് ചർച്ച അതാണ്. പത്രക്കാരുടെയും മീഡിയക്കാരുടെയും ഫോക്കസ് മുസ്ലിം ഉമ്മത്ത്. അവരെ എന്തെങ്കിലും കിട്ടുമോ, അവരെ ഒന്ന് നോവിക്കാൻ പറ്റുമോ, അവരെ ഒന്ന് ചൊടിപ്പിക്കാൻ പറ്റുമോ, ഇത് നോക്കി നടക്കുന്ന കാലം. സർവ സമൂഹങ്ങളും നിങ്ങളെ ആഞ്ഞടിക്കുന്ന കാലം വരാനുണ്ട്. സഹാബത്ത് ചോദിച്ചു അത്ഭുതത്തോടെ, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളെന്ന് ന്യൂനപക്ഷമായിരിക്കുമോ? ഞങ്ങൾ ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണോ നബിയെ അങ്ങനെ സംഭവിക്കുന്നത്? തങ്ങൾ പറഞ്ഞില്ല, ന്യൂനപക്ഷമായത് കൊണ്ടല്ല. വലാകിന്നകും, നിങ്ങൾ ധാരാളമുണ്ട്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, ഒലിവ് വെള്ളത്തിലെ വെള്ളം അഴുക്കുചാലിലൂടെ ഒലിച്ചു പോകുന്ന പോലെ, അഴുക്കുകൾ ഒലിച്ചു പോകുന്ന പോലെ നിങ്ങളിങ്ങനെ ഒലിച്ചു പോകുന്ന ചെണ്ടുകളും ചവറുകളുമാണ്. നിങ്ങൾ അങ്ങനത്തിലൊക്കെ ധാരാളമാണ്. മുസ്ലിമീങ്ങളുടെ കനീഷമായ കണക്ക് പുറത്തുവിടുമ്പോൾ പോലും മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ കണക്കുകളല്ല പോലും പുറത്തുവിടുന്നത്. എണ്ണത്തിൽ നിങ്ങൾ കൂടുതലുണ്ട്, പക്ഷേ ഒരു കാര്യമില്ല. എന്തേ? ലോകം എങ്ങോട്ടാണോ ഒഴുകുന്നത് ആ ഒഴുക്കിൽ നിങ്ങളും പോവാണ്. ഈ ഒഴുക്ക് എന്നെ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്ന് നോക്കാറില്ല. ഈ ഒഴുക്കിൽ മുസ്ലിമിന് കൂടാൻ പറ്റുമോ എന്ന് ചിന്തിക്കാറില്ല. എങ്ങോട്ടാണ് ലോകം ഒഴുകുന്നത്? ഞങ്ങളും അങ്ങോട്ട്. നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള പേടി അല്ലാഹു എടുത്തു കളയും. മഹാന്മാരായ ഔലിയാക്കന്മാർ, നമ്മുടെ പരിസര പ്രദേശങ്ങൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ എങ്ങനെയാണ് ഇവരെ ബഹുമാനിച്ചതെന്ന് ഓർത്തു നോക്കി. തങ്ങൾ പാപ്പ വരുന്നുണ്ട്, ഇവിടെ തന്നെ വടക്കു തേച്ചിട്ടു, പിന്നെ മുന്നാട്ടല്ല. സയ്യിദ് വരുന്നുണ്ട്, ഒരു മഹാപണ്ഡിതൻ വരുന്നുണ്ട്. ഇങ്ങനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളെ കുറിച്ചുള്ള ബഹുമാനം ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു കൊടുത്തിരുന്നു. അത് അല്ലാഹു എടുത്തു കളയും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വഹൻ എന്ന് പറയുന്ന അസുഖം അല്ലാഹു ഇട്ടുതരും. വഹൻ. ഖാലൂ മൽ വഹൻ യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ? ഖാല ഹുബ്ബുദ് ദുനിയ, ധാരാളം പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ വരികയും, ധാരാളം പൈസ ഉണ്ടാക്കണം, ധാരാളം പൈസ വേണം, ഇതല്ലാതെ മറ്റൊരു
ചിന്തയും നിങ്ങളുടെ മനസ്സിലില്ലല്ലോ. പൈസ ഉണ്ടാക്കണം. ഇതല്ലാത്തവർ എന്ത് ചിന്ത, എന്ത് ചർച്ചയാണ് നടക്കുന്നത്? പൈസ ഉണ്ടാക്കണം, പൈസ വേണം, കാശുണ്ടാക്കണം എന്നല്ലാതെ മറ്റൊരു ചർച്ചയും നിങ്ങളുടെ ചർച്ചകളിലില്ല, മറ്റൊരു ചിന്തയുമില്ല. മരിക്കാനുള്ള പേടിയും മരിക്കാനുള്ള വെറുപ്പും നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുതരും. പൈസയോടുള്ള സ്നേഹം, മരണത്തോടുള്ള വെറുപ്പ്, ഇത് രണ്ടും ഇട്ടു തന്നാൽ നിങ്ങൾ പിന്നെ ചണ്ടികളാണ്. പിന്നെ ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പേടിച്ചു നിൽക്കും. എന്ത് പറഞ്ഞാൽ ആയിക്കോട്ടെ, നമുക്ക് ആ നഷ്ടം, അതുകൊണ്ട് നഷ്ടം വരുത്തേണ്ട, സഹിച്ചോളാം, ഞങ്ങൾ റെഡി. എന്തിനും നിന്ന് കൊടുക്കും. എന്തെന്നറിയോ? ഒരു അപകടം സംഭവിച്ചാൽ എന്റെ സമ്പത്ത് നഷ്ടപ്പെടും, എന്റെ കച്ചവടം പൊളിയും, എന്റെ ബിസിനസ്, എന്റെ വീട്, എന്റെ സമ്പാദ്യം, എന്റെ വരുമാനം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് പരലോകത്തിന്റെ ചിന്തയിൽ നിന്ന് മാറി കാശുണ്ടാക്കണം, പൈസ ഉണ്ടാക്കണമെന്ന ഒരൊറ്റ ചിന്തയിൽ ജീവിക്കുന്ന കാലം വരും. തദാ അലൈക്കും ഉൽഉമം. അത് മാത്രമല്ല, മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ, നിങ്ങൾ ആരുടെയെങ്കിലും കോലം കെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലെയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ليأتين على أمتي ما أتى على بني إسرائيل. ബനു ഇസ്രായേലിന് സംഭവിച്ചത് എന്റെ സമൂഹത്തിനും സംഭവിക്കാൻ പോകുന്നു. ഹദ്വൻ നഅലി ബിൻ നഅലി. ചെരുപ്പ് ചെരുപ്പിനോളം യോജിക്കുന്ന പോലെ, വലതും ഇടതും ചെരുപ്പ് ഒരേപോലെ ആവണ്ടേ, അതുപോലെ ബനു ഇസ്രായേൽ സമൂഹത്തിന് സംഭവിക്കുന്ന പോലെ എന്റെ ഉമ്മത്തിനും സംഭവിക്കാൻ പോകുന്നുണ്ട്. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റൻ ശിബ്റൻ ദിറാഅൻ ദിറാഅൻ. മുഴത്തിന് മുഴമായി, ചാണിന് ചാണായി ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ടാക്കുന്ന ആചാരങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. حتى إن كان منهم من أتى أمه علانية لكان في أمتي من يصنع ذلك. ക്രിസ്ത്യാനികളും ജൂതന്മാരും എന്ന് പറഞ്ഞാൽ ആരാ? പാശ്ചാത്യന്മാർ. അമേരിക്കക്കാരനും യൂറോപ്പുകാരനും പടിഞ്ഞാറുകാരൻ പരസ്യമായി തന്നെ ഉമ്മയെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസെസ്റ്റ് എന്ന് പറയാം, കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ പരസ്പരം ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ഇൻസെസ്റ്റ്, അത് ചെയ്യുന്ന സ്വഭാവം പടിഞ്ഞാറുകാരിൽ ഉണ്ടെങ്കിൽ, ആങ്ങളെ പെങ്ങളുടെ കൂടെ കിടക്കുന്നത്, ഉമ്മയുടെ കൂടെ മക്കൾ കിടക്കുന്നത്, വ്യഭിചരിക്കുന്നത് പാശ്ചാത്യന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സമൂഹത്തിലും അത് ചെയ്യുന്നവരുണ്ടാകും. എങ്ങനെ? കള്ളു കുടിച്ചിട്ട് ഉമ്മ ഏതാണെന്നോ പെങ്ങൾ ഏതാണെന്നോ സ്വന്തം മോൾ ഏതാണെന്നോ തിരിയാത്ത വാപ്പമാരില്ലേ? പാശ്ചാത്യന്മാർ ചെയ്തു കൂട്ടുന്നത്, വ്യവസ്ഥാപിതമായി അവർ ചെയ്യുന്നത്, അതിന് വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത്, അതിന്റെ മാഗസിനുകൾ ഉണ്ടാക്കുന്നത്, എന്തിന്? കുടുംബ ബന്ധങ്ങളിൽ രക്തബന്ധമുള്ള ആളുകളെ തമ്മിൽ വ്യഭിചരിപ്പിക്കാൻ. അതവർ ചെയ്താൽ ലകാന മിൻ ഉമ്മതി മൻ യസ്നഉ ദാലിക. അതൊക്കെ ചെയ്യുന്ന ആളുകൾ എന്റെ സമൂഹത്തിലും വരാനുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിച്ചില്ലേ? പത്രങ്ങൾ കാണുന്നില്ലേ? ന്യൂസുകൾ കേൾക്കുന്നില്ലേ? പത്രക്കാർക്ക് കിട്ടാത്ത നാടിന്റെ ഉള്ളിൽ അടക്കം പിടിച്ചു കേൾക്കുന്ന വർത്തമാനങ്ങളില്ലേ? പുറം നാട്ടുകാർ അറിയാത്തത് ഓരോ മഹലിന്റെയും സ്വകാര്യം, ഓരോ കുടുംബത്തിന്റെയും നാറിയ സ്വകാര്യങ്ങൾ നമുക്കില്ലേ? നിങ്ങൾ പിൻപറ്റും സനനമൻ കാന ഖബ്ലകും. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ. ഹത്താ ലൗ ദഖലൂ ജുഹറ ദുബ്ബിൻ തബിഅതുമൂഹും. ഒരു ഉടുമ്പിന്റെ ഗുഹയിൽ ഒരു യൂറോപ്പുകാരൻ കടന്നാൽ, ബ്രിട്ടീഷുകാരൻ കടന്നാൽ, അമേരിക്കക്കാരൻ കടന്നാൽ നിങ്ങളും അത് ചെയ്യും. അവരെന്ത് സ്പോർട്സ് ആണോ അത് നിങ്ങൾ ചെയ്യും. അവർക്ക് എന്തെല്ലാം എന്റർടൈൻമെന്റുകളുണ്ടോ അതൊക്കെ ഇവിടെ, അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിലും. അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ. മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കുക നമ്മുടെ ആചാരമാണോ? അത് ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്. നമ്മൾ എമ്പാടും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ
സുബ്ഹാനല്ലാഹ്. നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല. നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? ഒരു കുട്ടി ജനിച്ചെന്ന് സന്തോഷിച്ചു, കുഴപ്പമുണ്ടായിട്ടില്ല. അനിസ്ലാമികമായ ആചാരങ്ങൾ അവിടെ പാടുണ്ടോ? ഇല്ല. അനിസ്ലാമികമായി അവിടെ ചെയ്യാൻ പാടുള്ളതാണോ? ഇല്ലാത്തതാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. എമ്പാടും ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ മിഠായി കമ്പനികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ ബേക്കറികൾ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങളെ പിൻപറ്റിയല്ലേ? അതില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ കച്ചവടം നടക്കും? അതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നില്ലേ? എന്തൊക്കെ അവർ ചെയ്യോ നിങ്ങളും ചെയ്യും. ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ നോക്കിയാൽ പാശ്ചാത്യന്മാർ എന്ത് കൊണ്ടുവരുന്നുവോ അതെല്ലാം നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരാനിരിക്കുന്നുണ്ടെന്ന് ഗൗരവത്തോടെ താക്കീത് എന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു മഹാത്ഭുതം പറഞ്ഞിട്ടുള്ളത് കാറുകളെ സംബന്ധിച്ചാണ്. ഇന്നത്തെ വാഹനങ്ങളെ സംബന്ധിച്ച്, കാറുകളെ കുറിച്ച് ഉലമാ പറയുന്നത് ഭയങ്കര അത്ഭുതമുള്ള ഹദീസാണ്. കാറുകളും വാഹനങ്ങളും അതിൽ ഹറാമായിട്ടല്ല, കാർ ഹറാമെന്നല്ലേ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വഹീഹായ ഹദീസ്. سيكون في آخر أمتي عن عبد الله بن عمرو رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم അവിടെന്ന് പറയുമായിരുന്നു, സയകൂനു ഫീ ആഖിരി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ വരാനുണ്ട്, റിജാലുൻ, ചില ആളുകൾ, യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാലി, ഒട്ടകത്തിന്റെ കട്ടിലുകൾ പോലെ കസേരകൾ വെച്ചത്, ഒട്ടകത്തിന്റെ കസേര പോലെ, ഒട്ടക കട്ടില് പോലെ, അലാ സുറൂജിൻ, പരവതാനികൾക്ക് മേൽ ഒട്ടകത്തിന്റെ കസേര വെച്ച പോലെ കസേരകൾ വെച്ചതിൽ കയറുന്നവർ, യർകബൂന, അന്ന് കാറിനെ പറ്റി എന്താ പറയാ, അവർ വാഹനം കയറും, അലാ സുറൂജിൻ, ചില കാർപ്പറ്റുകളുടെ മേൽ, കഅശ്ബാഹിർ റിഹാലി, ആ കാർപ്പറ്റ് എങ്ങനെയാ, ലെതറുകൾ. കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ സുറൂജ്, വിരിപ്പുകളാണ്. ഇങ്ങനത്തെ വിരിപ്പുകളാണ്. കഅശ്ബാഹിർ റിഹാലി, ഒട്ടകത്തിന്റെ പുറത്ത് ഇരിക്കാൻ വെക്കുന്ന സീറ്റ് പോലെയുള്ള മിനുത്ത സീറ്റുകളുള്ള തുണി കൊണ്ടോ ലെതർ കൊണ്ടോ ഉണ്ടാക്കുന്ന സീറ്റുകളിൽ കയറിയിരിക്കുന്നവർ, യർകബൂന, അവർ കയറിയിരിക്കും. യൻസിലൂന അലാ അബ്വാബിൽ മസാജിദി, പള്ളികളുടെ വാതിലുടെ മുമ്പിൽ വന്നവർ ഇറങ്ങും. നമ്മളൊക്കെ അങ്ങനെയല്ല ഇറങ്ങുന്നത്. പള്ളിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങുന്നു, വാഹനത്തിൽ ഒന്ന് കയറി ഇറങ്ങുന്നു. അവർ പള്ളി പോകുന്നുണ്ട് എങ്ങനെ? വാഹനത്തിൽ, കാറിൽ. നിസാഉഹും കാസിയാതുൻ ആരിയാതുൻ അലാ റൂസിഹിന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ ഇജാഫ്. അവർ പള്ളിയിലേക്ക് കാർ ഓടിച്ചു വരുന്നുണ്ട്. അവരുടെ പെണ്ണുങ്ങളാണെങ്കിലോ കാസിയാതുൻ ആരിയാതുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രമില്ലാത്തവർ. തലയിൽ പൂഞ്ഞ പോലെ ഹെയർ സ്റ്റൈൽ വെക്കുന്നവർ, മുടിയുടെ സ്റ്റൈല് മേലോട്ട് പൊക്കി വെക്കുന്ന ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങളാണ് ഇവരുടെ ഭാര്യമാർ. ഇവരാണെങ്കിലോ വാഹനം കയറി കാറിൽ പള്ളിയുടെ മുമ്പിൽ വന്നിറങ്ങുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു സമൂഹം വരും. വാപ്പാക്ക് ഭയങ്കര ദീന, വാപ്പ പള്ളിയുടെ പ്രസിഡന്റാ, മക്കളാണെങ്കിൽ ഭയങ്കര മോഡേൺ, അവർക്ക് നിസ്കാരമില്ല, ഹിജാബുമില്ല, ഒന്നുമില്ല. പറഞ്ഞതിനർത്ഥം ഇതാണ്. ഉലമാ പറയാം, കാറുകളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസാകണം ഇത്, നമുക്കറിയില്ല. പക്ഷെ തങ്ങൾ പറഞ്ഞു, ഒട്ടക കട്ടില് പോലെ മിനുമിനുത്ത പരവതാനി കൊണ്ടുണ്ടാ